ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് എടുക്കുക. ചട്ടിയിലേക്ക് നമുക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടിയ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഉലുവ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഉലുവയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവ ആഡ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിയ ശേഷം ഉലുവ നമ്മൾ ആഡ് ചെയ്തു. ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴവരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മീനിൻ്റെ അളവനുസരിച്ച് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഒരു പച്ച ഇത് മാറുന്നത് വരെ നന്നായിട്ട് നമ്മുടെ ഇളക്കി വഴറ്റി കൊടുക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 അല്ലി പുളിയാണ് ഇടുന്നത്. പുളി നമ്മളിട്ടു. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുക. ഒരു പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇച്ചിരി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് എണ്ണ തെളിയിച്ചെടുക്കണം. നമ്മൾ അല്പം വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞ് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം. മീൻ നമ്മൾ എടുത്തിരിക്കുന്ന ചൂരയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമ്മളത് അടച്ച് വെച്ചിരിക്കുകയാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീൻ ആഡ് ചെയ്യാം. തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ആലപ്പുഴ സ്പെഷ്യൽ മീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.